യോഹന്നാൻ 20:27 ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. ഈ നിമിഷം ശക്തമാണ്. യേശു തന്റെ പുനരുത്ഥാനം തെളിയിക്കുന്നതിനാൽ മാത്രമല്ല, മുറിവുകൾ സൂക്ഷിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നതിനാലും. മഹത്വീകരിക്കപ്പെട്ട ഒരു രക്ഷകൻ എന്തിനാണ് മുറിപ്പാടുകൾ സൂക്ഷിക്കുന്നത്? മുറിവുകൾ അവന്റെ ത്യാഗത്തിന്റെ തെളിവാണ്. യെശയ്യാവ് 49:16 പ്രഖ്യാപിക്കുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ഈ കാവ്യാത്മകവും പ്രവചനപരവുമായ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം വൈകാരികം മാത്രമല്ല, അത് ശാശ്വതമാണ്. അവന്റെ അസ്തിത്വത്തിൽ തന്നെ പതിഞ്ഞിരിക്കുന്നു. പുനരുത്ഥാനത്തിന് ശേഷം അവന്റെ കൈകളിലെ ആണിപ്പാടുകൾ മായ്ക്കപ്പെടുന്നില്ല. അവ നമ്മുടെ രക്ഷയുടെ വിലയുടെ സാക്ഷ്യമാണ്. തോമസ് സംശയിക്കുമ്പോൾ യേശു അവനെ ശകാരിക്കുന്നില്ല. അവൻ അവനെ കാണിക്കുന്നു. കൈകൾ നിഷേധിക്കാനാവാത്ത തെളിവ് വഹിക്കുന്നു. സ്വർഗത്തിൽ പോലും ക്രിസ്തു അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടായി പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വെളിപ്പാട് 5:6 നമ്മെ കാണിക്കുന്നു. മുറിവുകൾ അവന്റെ മഹത്വത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമായി തീരുന്നു. അവൻ എന്നേക്കും കൊല്ലപ്പെട്ട കുഞ്ഞാടാണ്. സെഖര്യാവ് 13:6 മിശിഹായോട്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് പ്രതികരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. ഒറ്റിക്കൊടുക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, പക്ഷേ ഉയർത്തെഴുന്നേറ്റു. ഈ മുറിപ്പാടുകൾ ദൈവവചനം നിറവേറ്റുകയും അവന്റെ വിശ്വസ്തത പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ കൈകളിലെ മുറിപ്പാടുകൾ റോമൻ ആണികളുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ല, അവ നിങ്ങളുടെ വീണ്ടെടുപ്പ് പൂർത്തിയായതും സുരക്ഷിതവും ശാശ്വതവുമാണെന്നതിന്റെ ശാശ്വത ഓർമ്മപ്പെടുത്തലുകളാണ്. തോമസിനെ പോലെ നിങ്ങൾ സംശയിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളെ അവന്റെ കൈകൾ കാണാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ മറന്നു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഓർമ്മിക്കുക, അവൻ നിങ്ങളെ തന്റെ കൈപ്പത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, നിങ്ങളെ എന്നേക്കും കൃപയിൽ കൊത്തിവെച്ചിരിക്കുന്നു.